വചനം അല്പസമയം ശ്രദ്ധിക്കുമ്പോൾ ഹല്ലേലൂയ പല മനസ്സിനകത്തെയും ചിന്തകളുണ്ടാവുന്നത് എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മളുടെ കുറവുകൾ കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. എത്ര വലുതായാലും എത്ര എന്തൊക്കെ നേടിയെടുത്താലും സ്തോത്രം ഹല്ലേലൂയ മനുഷ്യരുടെ അകത്തൊരു ചിന്ത കിടക്കും, ഞാൻ കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പം ഒരു പോരായ്മ പൊങ്ങി വരും. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് കർത്താവിന് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്, ദൈവത്തിന് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ലായിരുന്നുവെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകത്തില്ലായിരുന്നു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് എൻ്റെയും നിങ്ങളുടെയും സകലരുടെയും പാപം വഹിച്ചുകൊണ്ട് ചിഹ്നം ചെതറിയായി ആ കാൽവരി ക്രൂശിൽ എൻ്റെ യേശുവായി തീരത്തില്ലായിരുന്നു. ഇന്ന് കർത്താവിൻ്റെ ആ ദിവ്യ സ്നേഹമോർത്ത് ഒന്ന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഈ സ്നേഹം മഹാസ്നേഹമെന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. ആഴമളക്കാൻ പറ്റാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. നമ്മൾ പാപികളും നിർദോഷികളും കൊള്ളാതെ ഇരുന്നപ്പോഴും യേശു നമ്മളെ തേടി വന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ ഓരോരുത്തരെയും തേടി വന്നു. നമ്മളായിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റിയെടുത്ത് ഹല്ലേലൂയ കൊള്ളുന്നവരായും നീതിയുള്ളവരും ആക്കി തീർത്തു. കർത്താവിൻ്റെ ഈ വലിയ ക്ഷമയും സ്നേഹവും എത്ര വലുതാ. റോമരുടെ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം, റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 5 ഇങ്ങനെ പറയുന്നു, ആൻഡ് ദിസ് ഹോപ്പ് വിൽ നോട്ട് ലീഡ് ടു ഡിസപ്പോയിൻമെൻറ്റ്, ഫോർ വി നോ ഹൗ ഡിയർലി ഗോഡ് ലവ്സ് us, because he has given us the Holy Spirit to fill our hearts with his love. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ആമേൻ. സ്തോത്രം. ശരിക്കും ആ വചനം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വചനം ഇങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾക്കറിയാം ദൈവം നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുക. എന്തിനാ? ടു ഫിൽ our hearts with his love. നമ്മളുടെ ഹൃദയങ്ങളെ അവൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ യേശുവിനാൽ ആകർഷിക്കപ്പെട്ട് ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അവൻ കൊള്ളുന്നതാണോ കൊള്ളാത്തതാണോ എന്ന് ദൈവം നോക്കുന്നില്ല. ദൈവത്തിന് മോഹപക്ഷമില്ല. ദൈവം നമ്മളെ വിളിച്ചിട്ട് നമ്മൾ കൊള്ളാതിരുന്നപ്പോഴും നമ്മളെ വിളിച്ചിട്ട് നമ്മളുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി. തിരുവചനം പറയുന്നു, ഹി ഹാസ് ഗിവൻ us the Holy Spirit to fill our hearts with his love. അവൻ്റെ സ്നേഹം കൊണ്ട് നമ്മളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിനകത്ത് ഭയമുണ്ടെങ്കിൽ, കയ്പുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, ഭയമുണ്ടെങ്കിൽ, നിരാശയുണ്ടെങ്കിൽ, തോൽവിയുടെ ചിന്തകളുണ്ടെങ്കിൽ, ഞാൻ കൊള്ളത്തില്ല എന്നുള്ള ചിന്തകളുണ്ടെങ്കിൽ, ഇതിനെ എല്ലാത്തിനെയും പുറത്താക്കുന്നത് അവൻ്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളുടെ ഹൃദയത്തിനകത്ത് ഇട്ട് തന്നിട്ട് ഈ സ്നേഹത്തിൻ്റെ അളവ് കൂടി ദിനം തോറും ദൈവം പൂർണ്ണതയുള്ളവനാണ്. ദൈവത്തിനകത്ത് സകലതുമുണ്ട്, സകല സമ്പൂർണ്ണതയും ക്രിസ്തു യേശുവിനകത്തുണ്ട്. അപ്പം ഈ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഹൃദയത്തിനകത്ത് ഇട്ട് തന്നിട്ട് പിന്നെ നമ്മളുടെ ഹൃദയത്തിനകത്ത് വേറെ ഒന്നിനും സ്ഥാനമില്ല. കർത്താവിൻ്റെ ദിവ്യ സ്നേഹത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ കൊള്ളാതായിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഹൃദയത്തിനകത്ത് നൽകിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മളുടെ ഹൃദയത്തെ നിറച്ചിട്ട് ഈ സ്നേഹം എന്ത് ചെയ്തു? വേറെ ഒന്നിനും ഇടം കൊടുക്കത്തില്ല. ഈ ദൈവത്തിൻ്റെ ഈ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത്
അകത്ത് നിറഞ്ഞിട്ട് അകത്ത് കിടന്ന് ഭയം, നിരാശ, പിണക്കം, കയ്പ്, വെറുപ്പ്, ദേഷ്യം, ക്രോധം ഇതിനെയെല്ലാം ഈ സ്നേഹം പുറത്താക്കുന്നു. 1 യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ, ഈ വചനം ഇങ്ങനെ ശ്രദ്ധിക്കുമ്പം അകത്തിങ്ങനെ കയറണം. ഇനിയും എൻ്റെ അകത്ത് വേറെ ഒന്നിനും സ്ഥാനമില്ല. എൻ്റെ അകത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഈ ദിവ്യ സ്നേഹത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. ഈ സ്നേഹം മെല്ലെ മെല്ലെ, ദൈവത്തിൻ്റെ ഈ ദിവ്യ സ്നേഹം, പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുന്ന സ്നേഹം മെല്ലെ മെല്ലെ സകല തിന്മയും നമ്മളുടെ ഹൃദയത്തിനകത്തുനിന്ന് പുറത്താക്കും. അതുകൊണ്ട് വചനം പറയുന്നു 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം 4-ാം അധ്യായം 18-ാം വാക്യം. 1 യോഹന്നാൻ 4:18. 1 John chapter 4 verse number 18. Such love has no fear because perfect love expels all fear. ആ വാക്യം മാത്രം. സ്നേഹത്തിൽ ഭയമില്ല, ഭയം ശിക്ഷയെക്കുറിച്ച് ആണല്ലോ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. തികഞ്ഞ സ്നേഹം എന്ത് ചെയ്യുന്നു? ഒരു അംശം പോലും ഭയമുണ്ടെങ്കിൽ ആ ഭയത്തെ പുറത്താക്കി കളയുന്നു. ഹല്ലേലൂയ. ഒരു അല്പം പോലും ഭയത്തിനും നിരാശയ്ക്കും പിന്നെ സ്ഥാനമില്ല. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും മാത്രം നടക്കാനല്ല, ഒരു ശക്തിയോ വെളിച്ചമോ ഒന്നും മാത്രമല്ല. ഹല്ലേലൂയ. ഒരു സാധനമല്ല, പക്ഷേ ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുന്നത്, ഒരു പ്രവചനം പോലും പുറത്തു വരുന്നത് കർത്താവിൻ്റെ ഈ ദിവ്യ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞിട്ട് ദൈവസ്നേഹം വെളിപ്പെടുന്നതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം വചനം പറയുന്നു ദൈവത്തിൻ്റെ സ്നേഹം തികഞ്ഞതാണ്, ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമുള്ളതാണ്. ഈ സ്നേഹം എന്ത് ചെയ്യുന്നു? സകല ഭയത്തെയും പുറത്താക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, എൻ്റെ അകത്ത് ഭയമില്ല. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, എൻ്റെ അകത്ത് നിരാശയില്ല. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, എൻ്റെ അകത്ത് ഹല്ലേലൂയ ദുഃഖമില്ല, ഭാരമില്ല. സ്തോത്രം. കർത്താവിൻ്റെ വചനം വീണ്ടും ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. റോമരുടെ 5:5. For we know how dearly God loves us because he has given us the Holy Spirit to fill our hearts with his love. അവൻ്റെ തികഞ്ഞ സ്നേഹം കൊണ്ട് നമ്മളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ വേണ്ടിയ അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതുകൊണ്ടറിയാം ദൈവം നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിനകത്ത് നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിനകത്ത് നമ്മൾ തികഞ്ഞവരായിരിക്കണം. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ അകത്തൊരു ചിന്ത കയറി വന്നാൽ പിന്നെ ഞാൻ തൊടുന്നതെല്ലാം ഫെയിലിയറായി തീരും. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നോട് ഇഷ്ടമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അകത്ത് ആ ഒരു ധൈര്യം കാണത്തില്ല. അപകർഷബോധം, അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ അകത്ത് കയറി വരും അല്ലേ. ഇന്ന് വചനം പറയുന്നു സ്വർഗത്തിൽ വാഴുന്ന അപ്പായിക്ക് എന്നോട് സ്നേഹമുള്ളത് കാരണം തൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നു. ഹല്ലേലൂയ. റോമരുടെ 5:11 പറയുന്നു, So now we can rejoice in our wonderful new relationship with God because our Lord Jesus Christ has made us friends of God. വായിച്ചേ. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ. അതിനകത്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് ഒന്നും കൂടെ നല്ലൊരു വാക്ക് കിടപ്പുണ്ട്. Our Lord Jesus Christ has made us friends of God. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ദൈവത്തിൻ്റെ കൂട്ടുകാരാക്കിയെന്ന്. ഹല്ലേലൂയ. യേശു കർത്താവ് വന്നിട്ട് നമ്മളെ യേശു പിതാവായ ദൈവത്തിൻ്റെ കൂട്ടുകാരാക്കി എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് പ്രശംസിക്കാൻ പറ്റും, എനിക്കിന്ന് എവിടെ വേണമെങ്കിലും ചെന്ന് പറയാൻ പറ്റും, ദേ നിങ്ങൾക്കറിയോ എൻ്റെ നല്ല കൂട്ടുകാരൻ സ്വർഗത്തിലിരിക്കുന്ന അപ്പ ആണെന്ന്. ഹല്ലേലൂയ. എൻ്റെ വലത്ത് ഭാഗത്ത് ഹല്ലേലൂയ എനിക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ നിൽക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. എന്നെ മുഖം നോക്കാതെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം എൻ്റെ അപ്പ ആണ്, എൻ്റെ കൂട്ടുകാരനാണ്. സ്തോത്രം. എന്നെ
കൂട്ടാക്കിയിട്ട് ഹല്ലേലൂയ സ്തോത്രം എൻ്റെ കൂട്ടുകാരനായിട്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ അകത്തിട്ട് തന്നിരിക്കുക ഈ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി, ഈ ബന്ധം ഉറപ്പുവരുത്താൻ വേണ്ടി. ഹല്ലേലൂയ. എഫെസ്യരുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിനകത്ത് വരുമ്പോൾ, എഫെസ്യർ 4:30 വരുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, റിമെമ്പർ ഹി ഹാസ് ഐഡൻറ്റിഫൈഡ് യു ആസ് ഹിസ് ഓൺ, ഗ്യാരണ്ടിയിങ് ദാറ്റ് യു വിൽ ബി സേവ്ഡ് ഓൺ ദ ഡേ ഓഫ് റിഡംഷൻ. എങ്ങനെയാ നമ്മളെ അവൻ്റെ സ്വന്തമെന്ന് പറഞ്ഞ് നമ്മളെ വേർതിരിച്ചിരിക്കുന്നത്? നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവെന്ന് മുദ്ര വെച്ചിട്ട്. ഹല്ലേലൂയ. അന്ത്യവിധി നാളിൽ എല്ലാവരും ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന ആ സമയത്തേക്ക് എന്താണ് ദൈവവചനം പറയുന്നത്? നമ്മളെ ശിക്ഷിക്കാതെ വണ്ണം, നമ്മൾ ശിക്ഷയിൽ അകപ്പെടാതെ വണ്ണം, നമ്മൾ ആ നരകത്തിൻ്റെ തീയിൽ പോകാതെ വണ്ണം നമ്മളുടെ മേലൊരു മുദ്ര വെച്ചിരിക്കുക, പരിശുദ്ധാത്മാവെന്ന മുദ്ര. ഈ മുദ്ര ദൈവത്തിൻ്റെ സ്നേഹമുള്ളത് കാരണം നമ്മളുടെ മേൽ വെച്ചിട്ട് ദൈവം നമ്മളെ വ്യത്യസ്തരെന്ന് കരുതിയിട്ട് നമ്മളെ മാറ്റി വെച്ചിരിക്കുക. എന്തിനാ? ശിക്ഷാവിധിക്ക് ഹല്ലേലൂയ അർഹരായി തീരാതെ വണ്ണം. എത്ര വലിയ ഭാഗ്യമാ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന മുദ്ര, ദൈവത്തിൻ്റെ സ്നേഹമെന്നുള്ള മുദ്ര, ദൈവത്തിൻ്റെ അടയാളം എന്നുള്ള മുദ്ര ഹല്ലേലൂയ നമ്മളുടെ മേൽ വെച്ചിട്ട് ദൈവം നമ്മളെ വേർതിരിച്ചു വെച്ചിരിക്കുക, ശിക്ഷാവിധിക്കകത്ത് വീണുപെട്ടു പോകാതിരിക്കാൻ വേണ്ടി. നമ്മളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നടന്നിട്ട് ലോകത്തിനോട് ദൈവം വിളിച്ചു പറയുക, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, ഞാൻ ഇവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്തുള്ളത് കൊണ്ട് നമുക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കുന്നത്, യേശു എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. വചനം പറയുന്നു ഹല്ലേലൂയ, ഒരുവൻ്റെ അകത്ത് യേശു ഇല്ലെങ്കിൽ അവന് ഹല്ലേലൂയ അവൻ്റെ അകത്ത് പരിശുദ്ധാത്മാവില്ലെങ്കിൽ അവന് യേശു എന്ന് അവന് വിളിക്കാൻ സാധ്യമല്ല. 1 കൊരിന്ത്യർ 12:3 വാക്യം. 1 കൊരിന്ത്യർ 12:3. ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട്. അപ്പം പരിശുദ്ധാത്മാവിനെ എന്തിനാ നമ്മൾക്ക് നൽകിയിരിക്കുന്നത്? അപ്പം പിതാവായ ദൈവത്തിന് എത്രയധികം സ്നേഹം നമ്മളോടുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് അകത്ത് നൽകിയത് കൊണ്ടാണ് നമുക്ക് എന്നും 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 പറയാൻ സാധിക്കുന്നത്, യേശു എൻ്റെ കർത്താവാണെന്ന്, യേശു എൻ്റെ ദൈവമാണെന്ന്. ഒന്നും കൂടെ വാക്യം ഒന്ന് വായിക്കാം. 12:3. 1 കൊരിന്ത്യർ 12:3. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. ഇനിയും ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. യേശു കർത്താവെന്നും യേശു ദൈവമെന്നും ആർക്കും പറയാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്നൊന്ന് പറയണം, എൻ്റെ അകത്ത് ഉള്ള പരിശുദ്ധാത്മാവ് എന്നെ ദൈവത്തിൻ്റെ കൂട്ടുകാരനാക്കി. ഹല്ലേലൂയ. എൻ്റെ അകത്തുള്ള പരിശുദ്ധാത്മാവ് എന്നിലൂടെ അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഇതെന്താണ് ലോകത്തിനോട് വിളിച്ചു പറയുന്നത്? ലോകത്തിനോട് വിളിച്ചു പറയുക, സ്വർഗത്തിൽ വാഴുന്ന രാജാതി രാജാവ് എൻ്റെ കൂട്ടുകാരനാ, സ്വർഗത്തിൽ വാഴുന്ന കർത്താതി കർത്താവ് എൻ്റെ ദൈവമാ. ഹല്ലേലൂയ. സ്വർഗത്തിൽ വാഴുന്ന സ്വർഗീയ അപ്പായിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാ. ഹല്ലേലൂയ. എന്നെ വിട്ടേച്ചു പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഗലാത്യരുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 6 and 7. ഹല്ലേലൂയ. വചനം എന്ന് വായിച്ചേ. ഗലാത്യർ 4:6-7. നിങ്ങൾ മക്കൾ മക്കളായതുകൊണ്ട് ഒന്ന് പറഞ്ഞേ, ഞാൻ മകനാ അല്ലെങ്കിൽ ഞാൻ മകളാ. ഹല്ലേലൂയ. ആയതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. സ്വപുത്രന്റെ ആത്മാവ് എന്ന് വെച്ചാൽ യേശുവിൻ്റെ അതേ ആത്മാവിനെ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ അതേ ആത്മാവിനെ, യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് പിതാവായ ദൈവത്തിൻ്റെ അതേ ആത്മാവിനെ ഹല്ലേലൂയ ഇന്ന് നമ്മളുടെ മേൽ അയച്ചിട്ട്, ആകയാൽ നീ ഇനി ദാസനല്ല എന്ന് പറഞ്ഞ്, ഞാൻ പാപത്തിൻ്റെയോ മരണത്തിൻ്റെയോ ഭയത്തിൻ്റെയോ നിരാശയുടെയോ തോൽവിയുടെയോ ദേഷ്യത്തിൻ്റെയോ ഒന്നിൻ്റെ ദാസൻ അല്ല അല്ലെങ്കിൽ ദാസിയല്ല, പക്ഷെയോ ഞാൻ
പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാവും. പക്ഷെ ഞാനോ സ്വർഗത്തിൻ്റെ പുത്രനോ സ്വർഗത്തിൻ്റെ പുത്രിയോ, ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയ. ഹല്യ. ഇത് വചനമാ പറയുന്നത്. വചനം പറയുന്നു, ഇനിയും ഞാൻ ദാസിയല്ല, ഇനി ഞാൻ ദാസനല്ല, ഞാൻ തോൽവിയുടെ ദാസിയല്ല, മരണത്തിൻ്റെ, പാപത്തിൻ്റെ, ശിക്ഷയുടെ, നാശത്തിൻ്റെ, ദേഷ്യത്തിൻ്റെ, ഭയത്തിൻ്റെ, ഇല്ലായ്മയുടെ, ദാരിദ്ര്യത്തിൻ്റെ ഒന്നും ദാസിയോ ദാസനോ അല്ല. പക്ഷേ ഞാൻ സ്വർഗത്തിലെ പിതാവിൻ്റെ മകള. ഹല്ലിയ. ഞാൻ സ്വർഗത്തിലെ അപ്പായുടെ മകന. ഹല്ലിയ. ഞാൻ അതുകൊണ്ട് സ്വർഗത്തിലെ അപ്പായുടെ അവകാശിയ. ഹല്ലിയ. സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെ സകലത്തിൻ്റെയും അവകാശി ഞാൻ. ഈ അവകാശം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് തിരുവചനം പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവം തൻ്റെ സ്നേഹം കൊണ്ട് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറച്ചു. ഹല്ലിയ. സ്വർഗത്തിന് എന്നോട് ഇഷ്ടമാണ്. സ്വർഗം എന്നെ വേർതിരിച്ചു വെച്ചിരിക്കുക, സ്വർഗത്തിൻ്റെ അടയാളമാക്കി എന്നെ നിർത്തിയിരിക്കുക, സ്വർഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട്, സ്വർഗത്തിൻ്റെ അംബാസഡറായിട്ട് എന്നെ കാണുന്നവർ സ്വർഗത്തിനെ കാണണം, എന്നെ കാണുന്നവർ യേശുവിനെ കാണണം, എന്നെ കാണുന്നവർ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയണം, എന്നെ കാണുന്നവർ സ്വർഗത്തിൻ്റെ ധൈര്യം തിരിച്ചറിയണം. ഇതിനു വേണ്ടിയാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ അകത്ത് നൽകി എന്നെ വേർതിരിച്ചത്. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ അകത്ത് വസിക്കുന്നത് ദാസത്വത്തിൻ്റെയും അടിമത്വത്തിൻ്റെയും ആത്മാവല്ല. എൻ്റെ അകത്ത് വസിക്കുന്നത് ജയത്തിൻ്റെയും ഉയർച്ചയുടെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പരിശുദ്ധാത്മാവ. ഹല്ലേലൂയ. ഇന്ന് സ്വർഗം മൊത്തം എൻ്റെ അകത്ത് വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്ത് സ്വർഗമുണ്ട്, ഞാൻ ചലിക്കുന്നിടത്ത് സ്വർഗമുണ്ട്, ഞാൻ പോകുന്ന ഇടങ്ങളിൽ നീതിയുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നീതിയുള്ള സ്വർഗമാ എൻ്റെ അകത്ത് വസിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. റോമരുടെ ലേഖനം 5:11 വീണ്ടും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തിരുവചനം അവിടെ പറയുന്നു. ഹല്ലേലൂയ. എന്ന ചിന്ത അവിടെ നിർത്താം. ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഇനി നമുക്ക് സന്തോഷിക്കാം. എന്താണ്? പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി ദൈവം നമ്മളെ ഒരു പുതിയ ബന്ധം. തിരുവചനം പറയുന്നു, ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ന്യൂ റിലേഷൻഷിപ്പ്. അത്ഭുതകരമായ പുതിയ ഒരു ബന്ധം ദൈവവുമായിട്ട് നമുക്ക് സാധിക്കും. ദൈവം ഹല്ലേലൂയ യേശു ക്രിസ്തു മുഖാനം നമ്മളെ ദൈവത്തിൻ്റെ കൂട്ടുകാരാക്കി. ഹല്ലേലൂയ. കൂട്ടുകാരെങ്ങനെയാ? ഒരു പാത്രത്തിലിരുന്ന് കഴിക്കും, ഒരു വീട്ടിലിരിക്കും, ഒരുമിച്ച് നടക്കും. ഭയങ്കര കൂട്ടുകാരാണെങ്കിൽ എപ്പോഴും അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര കൂട്ടുകാരാണെങ്കിൽ എന്തൊരു ആവശ്യമുണ്ടെങ്കിലും ഓടി വരും, ഏത് പാതിരാത്രിക്കും ഓടി വരും. ഹല്ലേലൂയ. നമ്മൾക്കറിയാം ഒരു കൂട്ടുകാരൻ്റെ കഥ. ലൂക്കാസ് സുവിശേഷത്തിനകത്ത് കാണുന്നുണ്ട്. ഒരുവൻ വന്നിട്ട് പാതിരാത്രിക്ക് വന്ന് അവൻ്റെ കൂട്ടുകാരൻ്റെ ഡോറിൽ തട്ടിയിട്ട് പറഞ്ഞു, നമ്മളുടെ കൂട്ടുകെട്ട് ഓർത്തെങ്കിലും എനിക്ക് അപ്പം തരാൻ പറഞ്ഞു, അല്ലേ? അല്ലേ? എന്നിട്ട് ആ കൂട്ടുകെട്ട് ഓർത്ത് പാതിരാത്രിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ആ കൂട്ടുകെട്ട് ഓർത്ത് രാത്രിയിൽ വീട്ടിനകത്ത് കിടന്ന് അപ്പം എടുത്തു കൊടുത്തു. ഹല്ലേലൂയ. ഇതാണ് ദൈവവുമായിട്ട് ഉള്ള കൂട്ടുകെട്ടിൻ്റെ വലുപ്പം. സ്തോത്രം. ഇന്ന് വചനം പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ അകത്ത് ഇട്ടു തന്നിരിക്കുക. ഹല്ലേലൂയ. തൻ്റെ ദിവ്യ സ്നേഹം കൊണ്ട് നമ്മളെ നിറച്ചിരിക്കുക, നമ്മളെ കൂട്ടാളികളാക്കിയിരിക്കുക, സ്വർഗത്തിൻ്റെ വലിയ പദ്ധതികളുടെ കൂട്ടാളിയാക്കി തീർത്തിരിക്കുക, വലിയ ദൗത്യം നമ്മളുടെ മേലിട്ടിരിക്കുക. ഹല്ലേലൂയ. എന്ന് വിളിച്ചു പറയണം, ദൈവം എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എനിക്ക് ജയമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ദിവ്യ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എങ്ങും ഭയമുണ്ടാകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വിളിച്ചു പറയണം, എൻ്റെ ഹൃദയത്തിനകത്ത് വേറെ ഒന്നിനും ഇടമില്ല. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ ഇന്ന് ലോകത്തിൻ്റെ അടിമയല്ല, ഞാൻ ദൈവത്തിൻ്റെ കൂട്ടുകാരനാ, ദൈവത്തിൻ്റെ കൂട്ടുകാരിയാ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ആ സ്നേഹത്തിൻ്റെ അടിമയാ. എന്നിലൂടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് നമ്മളുടെ
അകത്ത് ഈ തിരിച്ചറിവ് വരുന്നു, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിൻ്റെ വകയാ, സ്വർഗത്തിൻ്റെ സ്നേഹം എൻ്റെ അകത്തുണ്ട്, ഞാൻ ഇനി ലോകത്തിൻ്റെ അടിമയല്ല, പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നിലൂടെ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് മൊത്തം ചിന്തിച്ചുകൊണ്ട് നടക്കണം. എൻ്റെ ഹൃദയത്തിനകത്ത് ഇന്ന് നമ്മൾ ചിന്തയ്ക്കെടുത്ത ആ വചനം റോമരുടെ 5:5, ഹല്ലേലൂയ, എൻ്റെ അകത്ത് സ്വർഗത്തിൻ്റെ സ്നേഹത്തിന് മാത്രമേ ഇടയുള്ളൂ. ഈ സ്നേഹം വർദ്ധിക്കും തോറും എൻ്റെ അകത്തുനിന്ന് നിരാശ, ഭയം, തോൽവി സകലതും എൻ്റെ അകത്തുനിന്ന് വിട്ടുമാറിപ്പോകും. ഹല്ലേലൂയ. വിളിച്ചു പറയണം, ഞാനൊരു ജയമ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.